99% ആൾക്കാരും വരുന്നത് ഡോക്ടറെ എനിക്ക് ചിരിക്കാൻ താല്പര്യമില്ല, എൻ്റെ സ്മൈല് ശരിയല്ല, ഞാൻ ചിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. മാസ്ക് വെച്ച് വരുന്നവരിപ്പോഴും ഉണ്ട്. കോവിഡും കഴിഞ്ഞ് 5-6 വർഷമായിട്ട് മാസ്ക് വെച്ച് വരുന്നവരുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ചിരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ കോൺഫിഡൻ്റ് അല്ല. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നത്. പേഷ്യൻസിന് ഈ ഫ്രണ്ടിൽ 6-8 പല്ലുകൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് വായിൽ 32 പല്ലുകളും അല്ലെങ്കിൽ ഉള്ള എത്ര പല്ലുകളാണോ അതിനെ മൊത്തം എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പം ഫങ്ഷണൽ കറക്ഷൻ, എസ്തെറ്റിക് കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. അതായത് ആൾക്കാർ വരുന്ന ഭംഗിയുടെ കാര്യത്തിന് നമ്മൾ എസ്തെറ്റിക് കറക്ഷൻ എന്നും, ഫങ്ഷണലായിട്ട് വായ എന്തിനാ ഉപയോഗിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ. അത് ഉപയോഗിക്കാൻ കൊണ്ടില്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് സിസ്റ്റമിക്കായ പല ഡിസോർഡേഴ്സ് ഉണ്ടാകും. നമുക്ക് പ്രോപ്പറായി ച്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വയറ് സംബന്ധമായ കുറേ പ്രശ്നങ്ങൾ, ഡൈജഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം. അതേപോലെ തന്നെ ബൈറ്റ് ശരിയല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ജോയിൻ്റാണ് ഫേസിലെ ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ്, നമ്മുടെ ചെവിയുടെ സൈഡിലായിട്ട് വരുന്നൊരു ജോയിൻറ്റാണ്. പലവരും മനസ്സിലാക്കാതെ എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് വിചാരിക്കുന്ന പല ഹെഡേക്കുകളും ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് ഡിസോർഡേഴ്സ് കാരണം വരുന്ന മസ്ക്യുലർ ഹെഡേക്കുകളാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ അവർ മൈഗ്രെയിൻ്റെ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ വേദന മാറില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഈ അലൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്.